നീ എന്താ അവിടെ കാട്ടണേ? നീ വന്നേ, നീ അവിടെ പോയി ചാല് കയറിയേ. ഇവിടെ കിടന്ന് കളിക്കാതെ. ആരോ വരുന്നുണ്ട്. ഒരു കമ്പിയുണ്ട്. എനിക്കോ? അതെ. അമ്മയൊന്ന് കണ്ടിട്ട് പോയാൽ മതി. എന്താ ഇങ്ങനെ കാലം തെറ്റിയുള്ളൊരു മഴ? തനിക്ക് വേണമെങ്കിൽ പോയി കാണണം, വേണ്ടെങ്കിൽ പോയി കാണണ്ട. ഏതായാലും ഈ പരീക്ഷ എടുത്ത സമയത്ത് ഇതും പറഞ്ഞ് രാധ അപ്സെറ്റ് ആക്കണ്ട. എത്ര മണിക്കാ ട്രെയിൻ പറഞ്ഞേ? വെളുപ്പിന് 3:30. എന്റെ അമ്മോ, നല്ല മഞ്ഞുവാ. ഏതായാലും ഞാൻ പോവാ ഋഷി. അവൾ എന്നെ എക്സ്പെക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൾ എന്തിനാ വെറുതെ ഇപ്പൊ എന്നെ മാത്രം ഓർത്ത്? ഇതായിപ്പോ വേറെ പലർക്കുമായിട്ട് ഇങ്ങനെ പല ടൈമും ഡേറ്റും ഒക്കെ അവള് മുറിച്ചു കൊടുത്തിരിക്കുകയായിരിക്കും. തനിക്ക് കിട്ടിയ വെളുപ്പങ്കല. ആയിക്കോട്ടെ. ഏതായാലും വെളുപ്പിനാ നേരം അവൾ എനിക്ക് തന്നിരിക്കുക. അവൾ എന്നെ സ്റ്റേഷനിൽ നോക്കും. ആ നേരത്ത് ഞാനിവിടെ ഉണ്ടാവണം. పొద్దున నడుస్తా అనుకుంటే అది కూడా వీళ్ళు పడనివారు ఈ మనుషులు. అసలు ఒక ఆడదాంతో ఏళ్ళ ప్రవర్తించారో ఎప్పుడు చేసుకుంటారు. ఏయ్యా నీకు అమ్మ అక్క చెల్లెల్లేరా? రాందాని ఈ దేశం మరి పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ
ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു, ഗുൾട്ടി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് കേട്ടാ തോന്നും പതിവായിട്ട് പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നെന്ന്. ബാഗ് പിടിച്ചാരെ വാജി അടിച്ചു നിൽക്കാതെ. ആ, അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു നിങ്ങൾ പറയേ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നടക്കാൻ പോകുന്നു. ഈ നേരത്തോ? ആ, നമ്മൾ രണ്ടാളില്ലേ? നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാൻ കൺട്രാക്ടറെ. വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം. എങ്ങോട്ടാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണേലും ജാക്കിയതാ ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണിയുടെ പാതിരാത്രിയുടെ ലൈസൻസ് ഓ, ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്. മടത്തി ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. വീട്ടിലയക്കാൻ. കാണണോ? ഏ? തമാശയാ. വേഷം എങ്ങനെ? കൊള്ളാം. നിന്നെ പോലെ മൊഹസ്സയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണ് പറയുന്നത്? അതെ, ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയാൽ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം. നമുക്കൊരു സൗകര്യം വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും. അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന്. ആരും താമസമില്ലാത്ത വീടാ. പക്ഷെ അത് ആ തങ്ങളിന്റെ ഓർമ്മയില്ലേ? സാരമില്ല, പോവാം. പക്ഷെ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ.